ആശമാരുടെ കാര്യത്തിലുള്ള വേതനത്തിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വെക്കുകയാണ് കേന്ദ്രം. പുതിയ ഘട്ടത്തിൽ, പുതിയ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പുതിയ പ്രതികരണം അനിവാര്യമാണ്. അതുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സ്വാന്തന സാജു തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. സ്വാന്തന, ഈ പുതിയ വാർത്ത വന്ന പശ്ചാത്തലത്തിൽ എന്താണ് ആശമാരുടെ പ്രതികരണം? ഇപ്പോൾ ഓണറേറിയം പൂർണ്ണമായും കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഇൻസെന്റീവിന്റെ മുഴുവൻ കുടിശ്ശികയും കേന്ദ്രം തീർത്തതാണ് എന്ന് കേന്ദ്രം പറയുമ്പോൾ അത് ആശമാർ ഇതുവരെ പറയുന്നത് ശരിവെക്കുന്ന ഒരു നിലപാടും കൂടിയാണ്. ഈ സമരത്തിന് അത് എത്ര കണ്ട് ഊർജം പകരുന്ന ഒന്നാണ് കേന്ദ്രത്തിന്റെ പുതിയ പ്രതികരണം? കഴിഞ്ഞ 30 ദിവസമായി ഇവർക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ഈ 6ാമത്തെ ദിവസം ചർച്ച അത് പരാജയപ്പെട്ടതിന് പിന്നാലെ ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ അനുഭവപൂർണ്ണമായ ഒരു നിലപാടെടുക്കാനോ സംസ്ഥാന സർക്കാർ ആശമാരുടെ കാര്യത്തിൽ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ സമരം 1 മാസം പിന്നിടുമ്പോഴാണ് നേരത്തെ സാജു പറഞ്ഞതുപോലെ തന്നെ ഒരു ആശ്വാസപൂർണ്ണമായ ഒരു നിലപാട് ഇവരുടെ കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള ഒരു വാർത്ത തന്നെയാണ് ഇന്ന് പുറത്തു വന്നത്. അത് ഈ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ ഒരു സ്കീം തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ അവർക്കുണ്ടായിരുന്ന നൽകിയിരുന്ന അതേ ഇൻസെന്റീവ് തുക തന്നെയാണ് ഇപ്പോഴും നൽകുന്നത്. അത് വർദ്ധിപ്പിക്കുക എന്നത് അവരുടെ ആവശ്യങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് സമരത്തിന്റെ വിജയമായി തന്നെ ഈ ഒരു പ്രഖ്യാപനത്തെ കാണുകയാണ്. അതുമാത്രമല്ല ആ ഒരു പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ് എന്നുകൂടി അവർ പറയുന്നുണ്ടായിരുന്നു. ഈ നമ്മൾ ഈ കഴിഞ്ഞ 30 ദിവസത്തെ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സെഫിനിൽ നമുക്ക് കാണാം, ഈ പലപ്പോഴും കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണ് ഇവർക്ക് കൃത്യമായ രീതിയിൽ പണം നൽകാൻ കഴിയാത്തത് എന്നുള്ള ഒരു പ്രതികരണമായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആദ്യ ദിവസം, അതായത് ഈ 6ാമത്തെ ദിവസം ഇവരെ ആദ്യ തവണ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ പോലും ആരോഗ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്, അല്ലാതെ കേരളത്തിനെതിരെയാണ് എന്ന് മാത്രമല്ല ഈ കേന്ദ്രത്തോട് സമരം ചെയ്യാൻ താൻ കൂടി വരാം. ഡൽഹിയിൽ പോയി എത്ര ദിവസം വേണമെങ്കിലും കേന്ദ്രത്തിനോട് സമരം ചെയ്യാൻ താൻ കൂടി ഈ ആശാപ്രവർത്തകർക്കൊപ്പം വരാമെന്ന് കൂടി അന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിലൊരു കണക്ക് കൂടി പുറത്തുവിട്ടിരിക്കുന്നത്. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി സെഫിദിൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് ഉത്തരം പറയേണ്ടതുണ്ട്. ഇത്രയും നാൾ ഏതാണ്ട് 100 കോടിയിലധികം രൂപ കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി, അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യ മേഖലയും ഒക്കെ തന്നെ. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഉത്തരം പറയേണ്ടതായിട്ട്. ഇനി ആശമാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അവർ ഈ ഒരു പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. സെഫിദിൻ ചേച്ചി, ഇന്നിപ്പോൾ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്, നിങ്ങളുടെ വേതനം കൂട്ടുമെന്ന്. എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ 30 ദിവസമായിട്ട് സമരം ചെയ്യല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കേരള സർക്കാരും നമ്മളെ അംഗീകരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റേറ്റ് കേരള സർക്കാരും നമുക്കതുപോലെ ശമ്പളം കൂട്ടണമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതുകൂടി ഇനി അറിയണം. സെഫിദിൻ, ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തന്നെ ആ ഒരു പ്രതീക്ഷയിലാണുള്ളത്. നേരത്തെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഇവിടെയും കണ്ടിരുന്നത്. വളരെ സന്തോഷത്തിലായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. ശരി, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ സമരം 1 മാസത്തിലേക്ക് എത്തുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിർണായകമായ ഒരു ഇടപെടലോ അല്ലെങ്കിൽ പ്രതികരണമോ ഉണ്ടാകുന്നതെന്നും ശ്രദ്ധേയമാണ്.